ഹലോ, മാങ്ങാച്ചാർ തയ്യാറാക്കാനായി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുക്കുക. മാങ്ങ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഉപ്പും അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ല വെയിലാണല്ലോ അപ്പം വെയിലത്തൊരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലെണ്ണയിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കടുക് ചതച്ചത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മസാല മിക്സ് ചെയ്യുക. മാങ്ങയിട്ട് നന്നായിട്ട് ഇളക്കുക. മസാലയും മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ അല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം അല്പം കായപ്പൊടിയും കൂടെ ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അച്ചാറിന് കിട്ടും. അങ്ങനെ സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി.